ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മൾ കാപ്പി കുടിക്കാൻ പോവുകയാണ്. ദോശയാണ് കേട്ടോ. ദോശയുണ്ട്, തക്കാളി ചട്നി. ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് പണികളായിട്ട് ഇറങ്ങിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോണത് കത്തിരിക്കയില വിത്തില്ലേ, അത് വാങ്ങിച്ച് നടാൻ വേണ്ടിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ നമ്മളിവിടെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്, സർവീസ് സെൻറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല, നമ്മൾ ആക്സിലേറ്റർ കേബിളില്ലേ വേണ്ട ഇവിടെ ഇല്ലേ, ഇത് അവിടെ ജാം ആവുന്നുണ്ട്. പുതിയ കേബിളാണ്, പക്ഷേ അതിൻ്റെ ത്രോട്ടിൽ ചെറിയ പ്രശ്നമാണ് കേട്ടോ. പഴയ ത്രോട്ടിലായതുകൊണ്ട് ചെറുതായിട്ട് ജാമാണ്. അപ്പോൾ ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. പുതിയ ഇതാണ് കേട്ടോ, പുതിയ സ്പ്ലെൻഡർ പ്ലസ് ആണ് കേട്ടോ. കിട്ടില്ല വണ്ടി, ഡിജിറ്റൽ മീറ്ററൊക്കെ ഉണ്ട്. ഹസാർഡ് ലൈറ്റിൻ്റെ കേട്ടോ, സൂപ്പർ സാധനം. സ്പ്ലെൻഡർ നിങ്ങൾക്ക് അറിയാമല്ലോ, പണ്ടേ സെറ്റപ്പ് വണ്ടിയാണ് ഗൈസ്. അപ്പം നമ്മൾ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം 10 രൂപയാണ് കേട്ടോ, 2 കവർ വാങ്ങിച്ചിട്ടുണ്ട്. കത്തിരിക്കയിലെ വിത്താണിത്. ഞാൻ കഴിഞ്ഞ ദിവസം സിറ്റിയിൽ നിന്ന് കത്തിരിക്ക വാങ്ങിച്ചു കേട്ടോ. 80 രൂപ കണ്ടതിന്, 80 രൂപ കിലോ. അത് സംഭവം എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട് ഏകദേശം പകുതിയും ചീത്തയായിരുന്നു. കാരണം പുറത്ത് നല്ല ഫിനിഷായിട്ടിരിക്കും, പക്ഷേ മുറിച്ച് നോക്കിയപ്പോൾ അകത്ത് പുഴുവുണ്ടായിരുന്നു. ഇപ്പോൾ കത്തിരിക്കയിലെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ കൊടുത്തേക്കെന്ന് പറയണത് വേണ്ട കണ്ടല്ലോ, പർപ്പിൾ റൗണ്ട് ബ്രിഞ്ചാളെന്നാണ് കൊടുത്തേക്കുന്നത്. റൗണ്ട് ഷേപ്പിനുള്ള കത്തിരിക്കയെന്നാണ് പറയണത്. എന്തായാലും നമുക്ക് നോക്കാം. നീന പാവി അത് പൊടിപ്പിച്ച് അതിൽ നിന്നാണ് നമ്മൾ വിത്തിടക്കി നടന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്, അല്ലെങ്കിൽ ഗൈസ്. അപ്പോൾ വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ ഇതുണ്ടല്ലോ, ഓരോരോ ആഗ്രഹമുണ്ടല്ലോ. ബൈക്ക് വാങ്ങിക്കണം, കാർ വാങ്ങിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതുപോലെ എൻ്റെ ആഗ്രഹത്തിൽ ഒരു ആഗ്രഹമാണ്, എനിക്കിത് താല്പര്യമാണ്, ഈ കൃഷിയിലെ പരിപാടിയൊക്കെ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നത്. ഞാൻ വലിയ പ്രൊഫഷണലായിട്ട് കൃഷി ചെയ്യുന്ന ആളൊന്നും അല്ല, എങ്കിൽ പോലും എനിക്ക് താല്പര്യമുണ്ട് ഗൈസ്. അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ടൈറ്റിൽ ഇട്ടിരുന്നത് 40 കിലോയുള്ള മനുഷ്യൻ്റെ വെയ്റ്റിൻ്റെ അനുസരിച്ച് കിലോയുള്ള ഏത്തക്കൊലയെന്ന്. സംഭവം അത് റിയലായിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടു കേട്ടോ. നമ്മളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ കന്ന് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, തൈ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അത് വാങ്ങിക്കും. അപ്പോൾ ഈ ലൊക്കാലിറ്റിയൊന്നും ഇല്ല, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാഴയിൽ നിന്ന് 40 കിലോയിലെ കൊല കിട്ടുമെന്നാണ് അവർ പറയുന്നത്. യൂട്യൂബിലുണ്ട് 35 to 40 കിലോ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, അത് ഉടനെ ഒപ്പിക്കാൻ ശ്രമിക്കാം. നമ്മൾ എന്തായാലും നമ്മളെ സ്ഥലത്ത് വന്നതാണ്. അപ്പോൾ നമ്മളെ പട്ടിയൊക്കെ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കൊടുക്കാം. ഞാൻ വന്നപ്പോഴേ ഭയങ്കര സ്നേഹം. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മമാർക്ക് കൊടുക്കാം. ഏകദേശം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഈ കത്തിരി നമ്മൾ വെള്ളത്തിടാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് സമയം വെള്ളത്തിട്ടതിന് ശേഷം നമുക്ക് പാവം ഒരു പാക്കറ്റ് ഫുള്ള് എടുക്കാൻ പോവുകയാണ്. പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വച്ചിരുന്നാലേ ബാക്കി ഇല്ലാതായിപ്പോൾ. പാക്കിങ് കൊള്ളാം കേട്ടോ. ചായറിന പാത്രം കുഴപ്പമില്ല, അതിൽ കൂടെ ഗൈസ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിട്ട മൊത്തം ഇതും കിട്ടുമെന്ന് ഉറപ്പില്ല.
കുറച്ചൊക്കെ പോകും കേട്ടോ, ചിലപ്പോൾ മൊത്തം കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശകലം ഒന്ന് കോരിട്ട് കോരുന്നതിന് ശേഷം നമുക്ക് പാകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിലാണ് നടാൻ പോണത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് കുറച്ച് ചാറ് വായിക്കാം. കുറച്ച് മണ്ണ് ഒപ്പിക്കണം. ഗൈസ്, അപ്പോൾ മണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മണ്ണ് വേണ്ട, ഞാൻ എടുത്തന്നേ ഉള്ളൂ. നീന്തപ്പുറത്തിടങ്ങനെ കല്ലൊക്കെ വാരിക്കളയാം. ഗൈസ്, അപ്പം ഇതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് കോത്ത് വയ്ക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ വിത്ത് കോന്ന് വരുന്ന സമയത്തേക്ക് ഇത് റെഡിയാവും. മണ്ണ് നല്ല പരുക്കനാണ്. പരുക്കനെന്ന് പറഞ്ഞാൽ നല്ല വെള്ളമില്ലാത്തതുകൊണ്ട്, വേനലായതുകൊണ്ട് മണ്ണ് നല്ല കോരാണ് നല്ലത്. ഫൈനലി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, ഒരു സ്റ്റൂളിൻ്റെ മണ്ടയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, കാരണം കോഴിയിലെ ശല്യമുണ്ട്. കോഴി വന്ന് കുത്തിക്കൊണ്ട് പോകും. വിത്തിടാം. വിത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. സത്യം പറഞ്ഞാൽ വെള്ളത്തിടേണ്ട ആവശ്യമില്ലായിരുന്നു, പിന്നെ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഗൈസ്, എക്സസ് പറഞ്ഞ വെള്ളം മാറ്റി ചരിച്ച് കളഞ്ഞാൽ മതിയേ. ശകലം വെള്ളം കൂടിപ്പോയി കേട്ടോ, നമ്മൾ ഒഴിച്ചില്ലേ. ഗൈസ്, ഇപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നാലും നാളെ വൈകുന്നേരം ആകുമ്പോൾ അത് ഫുള്ള് പറ്റും കേട്ടോ. ഒടിഞ്ഞ വെയിലാണ്. അപ്പോൾ എന്തായാലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൊടിച്ച് വരട്ടെ കേട്ടോ. പൊടിച്ച് വന്നിട്ട് ഒരു ഇത്ര പൊക്കത്തിനാവുമ്പോൾ ഒരു 4-5 ഇഞ്ച് ആ കണക്കിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഉഴുത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി തരണം. അതാണ് പ്ലാൻ. ഗൈസ്, കരിമ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ അവിടെ കൊണ്ട് നട്ടയക്കണം. ചെത്തി എടുത്തിട്ടുണ്ട്.
ഭയങ്കര മധുരമൊന്നും പറയാനില്ല, മധുരമുണ്ട് കേട്ടോ. മധുരമുണ്ട്, ഭയങ്കര മധുരമല്ല, മധുരമുണ്ട്. ചണ്ടിയാണ് കേട്ടോ. ഇതുപോലെ ചണ്ടിയാണ് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോഴേ കിട്ടണത്. ഇതുപോലത്തെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തും ഇതുപോലത്തെ ചണ്ടിയാണ് അവരായിട്ട് കത്തിക്കുന്നത്. കത്തിച്ചിട്ടാണ് അടുപ്പ് ചൂടാക്കണം. ഭംഗിക്ക് കുറച്ച് ഈർക്കലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പം 7:30 ആയിട്ടുണ്ട്. നമുക്ക് അത്താഴം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. ചോറ് തന്നെ, ചോറുണ്ട്. പിന്നെ ഇത് നമ്മുടെ വാഴയുടെ കൂമ്പിൻ്റെ തോരനാണ് കേട്ടോ. പയറൊക്കെ ഇട്ട് വറുത്ത ഉണക്കമീനുണ്ട് കേട്ടോ. ഇത് ചമ്മന്തിയാണ്, രാവിലത്തെ ദോശയിലെ ചമ്മന്തി ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു. കരുവാടും വന്നപ്പം അടിപൊളി കേട്ടോ. രസമുണ്ട് കേട്ടോ, മറന്നു. വല്ലവണ്ണം കഴിച്ചുകൊണ്ട് കുളിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങണം. കഴിഞ്ഞ ദിവസം ഷാഡോ ഫാക്സ് തേച്ച് ഗൈസ്, മിനിമം ഗ്യാരണ്ടി തന്നില്ല. 20 ഓവറിന് 1025 രൂപ തരണം. എമ്മാടി 780 രൂപ കണ്ടാണ് തന്നത്. 3 ഓവർ 5 ഓവർ 7 to 4 രാത്രി എടുക്കണം. 3 ഓവറേ കിട്ടിയുള്ളൂ. അപ്പം 10:15 കേട്ടോ. കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്.